5 മാസങ്ങൾക്ക് ശേഷം പിന്നെ അടുത്ത യാത്രയ്ക്ക് പോവുകയാണ്. ഇത്തവണ മുംബൈയിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ 8:30 ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി ഒരു രാത്രി 11:30 ആയപ്പോഴത്തേന് നമ്മൾ മുംബൈയിലെത്തി. ഇവിടെ ഹോട്ടലിൽ സ്റ്റേ ആണ്. മാക്സ് അവന്യൂ എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ്, മാക്സ് അവന്യൂ അശോക് നഗറിലുള്ള മാക്സ് അവന്യൂ എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റാണ് സ്റ്റേ. ഇവിടെ നല്ല മഴയാണ്, അത് കാരണം വെളിയിലോട്ടൊക്കെ പോകാനായിട്ടൊരു മടുപ്പ്. പിന്നെ ജസ്റ്റ് വെളിയിലോട്ടൊന്ന് ഇറങ്ങി ജസ്റ്റ് കറങ്ങി പോയിരുന്നു. ഇതാണ് നമ്മുടെ വെളിയിലെ കാഴ്ച. ഇത് ഏകദേശം 9th ഫ്ലോറാണ്. നല്ല അടിപൊളി ഒരു സൊസൈറ്റി. ഇതവിടെ താഴേക്ക് നോക്കിയാൽ എനിക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഇത് 2 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന റൂമാണ്. തൽക്കാലം ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ അപ്പുറത്ത് സെയിം ഒരു റൂമുണ്ട്. പിന്നെ സെൻട്രലായിട്ടൊരു ഡൈനിങ് ഏരിയയൊക്കെ ഉണ്ട്. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ തന്നു. ഇനി ഉച്ചയ്ക്ക് ലഞ്ച് ടൈമായില്ല, ടൈം ആകുമ്പോഴത്തേന് നമുക്ക് പോയി കഴിക്കാം. ഇന്ന് വൈകിട്ടല്ലെങ്കിൽ നാളെ രാവിലെയോടെ ഫ്ലൈറ്റ് കയറിയാലും ഏകദേശം ഒരു 30 മണിക്കൂറത്തെ യാത്ര കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങ് ചെല്ലുമ്പോഴത്തേനൊരു വരുവോ. ഏകദേശം നാളെ രാവിലെ കയറിയാലും മറ്റന്നാൾ വൈകിട്ടൊക്കെ ആവുകയും. ഉച്ചയ്ക്ക് ഫുഡ് ടൈമായി. നമുക്ക് ഫുഡ് ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ നമുക്ക് പോകാനുള്ള ടിക്കറ്റ് വന്നു. നമ്മൾ മുംബൈയിൽ നിന്ന് ദോഹ ഖത്തറിൽ പോകും. അവിടുന്ന് ഹോസ്റ്റൽ. ഇപ്പോൾ സമയം ഏകദേശം വൈകിട്ടാവുന്നുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ടും വെളിയിലോട്ടൊന്നും പോകാനായിട്ടൊരു മനസ്സ് വരുന്നില്ല. അതുമാത്രമല്ല, ഈ മഴപ്പരുവം ആയതുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് റൂമിൽ തന്നെ ഇരിക്കാമെന്ന് വെച്ച് അങ്ങനെ എന്തൊക്കെയോ ഓർമ്മകളും സമ്മാനിച്ച് ഇന്നത്തെ ദിവസവും നമ്മളിൽ നിന്ന് കടന്നു പോവുകയാണ്. ഇത്രയും തിരക്കേറിയ നഗരത്തിൽ ഏതോ ഒരു കോർണറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആരുമല്ല അല്ലെങ്കിൽ ഒന്നുമല്ല എന്ന് തോന്നിപ്പോകുന്നു. ഇനിയും നാളെ കാണാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.